നമസ്കാരം. നമ്മൾ നമ്മുടെ കുട്ടികളെ അമിതമായി ലാളിക്കുകയും അല്ലെങ്കിൽ അമിതമായി ശാസിക്കുകയും ചെയ്യാറുണ്ട് അല്ലേ? ഈ രണ്ട് മെത്തേഡുകളും കുട്ടികളുടെ ഫ്യൂച്ചർ തകർക്കുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ഇപ്പോഴും ഈ മിസ്റ്റേക്ക് നിങ്ങൾ ചെയ്യുന്നുണ്ടല്ലേ? എങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. അതായത് 2000 വർഷങ്ങൾക്ക് മുന്നേ ചാണക്യൻ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് കുട്ടികളെ എങ്ങനെ വളർത്തണമെന്ന്. ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് അതിനെക്കുറിച്ചാണ്. അതായത് 0 to 5 ഇയേഴ്സിനുള്ളിലുള്ള കാലഘട്ടം എന്ന് പറയുമ്പോൾ കുട്ടികളെ രാജാവിനെ പോലെ വളർത്തണമെന്നാണ് ചാണക്യൻ പറയുന്നത്. അതായത് എന്റർടൈൻമെന്റും അമിതമായിട്ടുള്ള സ്നേഹവും വാത്സല്യവും കെയറും അവരുടെ നീഡ്സും അവരെ റെസ്പെക്റ്റ് ചെയ്യലും ഇതെല്ലാം നമ്മൾ കുട്ടിക്ക് 0 to 5 ഇയേഴ്സിനുള്ളിലാണ് കൊടുക്കുന്നത്. അപ്പോൾ ഈ കാലഘട്ടത്ത് എന്തൊരു പ്രത്യേകതയുണ്ട്, അതെന്താണെന്ന് അറിയാമോ? അതായത് കുട്ടിയുടെ ട്രസ്റ്റ് ഡെവലപ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് അവിടെയാണ്. കുട്ടിക്ക് പേരൻസുമായിട്ടുള്ള ഒരു അറ്റാച്ച്മെന്റ് അനുസരിച്ച് കുട്ടിക്ക് പേരൻസിനോട് ഒരു ട്രസ്റ്റ് ഡെവലപ്മെന്റ് ചെയ്യും. എന്നാൽ ഈ 5 to 15 ഇയേഴ്സിനുള്ള കാലഘട്ടത്തിൽ കുട്ടീനെ എങ്ങനെ വളർത്തണമെന്ന് നിങ്ങൾക്ക് അറിയാമോ? ചാണക്യൻ പറയുന്നു, അതൊരിക്കലും രാജാവിനെ പോലെ ആവരുത്. അതായത് ഈ ഒരു ടൈമിലാണ് കുട്ടി ലേൺ ചെയ്ത് പഠിക്കുന്ന സമയം. ഈ സമയത്ത് വേണം നമ്മൾ കുട്ടീനെ അവരുടെ റെസ്പോൺസിബിലിറ്റീസ്, റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, അവരുടെ സെൽഫ് കെയർ, ഡ്രസ് ഇടാൻ ട്രെയിൻ ചെയ്യിപ്പിക്കണം, ഫുഡ് കഴിക്കാൻ ട്രെയിൻ ചെയ്യിപ്പിക്കണം, അതുപോലെ തന്നെ ഇപ്പൊ ബെഡ്ഷീറ്റ് ഒക്കെ ഫോൾഡ് ചെയ്യാനും അങ്ങനത്തെ ചെറിയ ചെറിയ ആക്ടിവിറ്റീസ് അവർക്ക് കൊടുത്ത് അവരെ ട്രെയിൻ ചെയ്യിപ്പിക്കണം. ഏതാണ് നല്ലത്, ഏതാണ് ചീത്ത, കോമൺ റൂൾസ്, അതൊക്കെ കുട്ടികളെ പയ്യെ പഠിപ്പിച്ച് തുടങ്ങണം. അതായത് കുട്ടിയുടെ ഏജ് അനുസരിച്ച് നമ്മൾ ഓരോന്നും പഠിപ്പിച്ച് അങ്ങനെ എത്തിക്കണം. 5 to 15 ഇയേഴ്സ് എന്ന് പറയുന്നത് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാലഘട്ടമാണ്. ഇത് ബേസ് ചെയ്തിട്ടായിരിക്കും കുട്ടിയുടെ ഫ്യൂച്ചർ എന്ന് പറയുന്നത്. ഈ ടീനേജ് പിള്ളേരെ ഒന്ന് കൈകാര്യം ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണല്ലേ? അപ്പം നമുക്ക് എന്ത് ചെയ്യണം? കുറച്ച് സ്നേഹം കൂടി കൊടുത്താൽ നമുക്ക് ഇതൊന്ന് ഒരു മയത്തിൽ ഹാൻഡിൽ ചെയ്ത് കൊണ്ടുപോകാം അല്ലേ? എന്നാൽ ആഫ്റ്റർ 15 ഇയേഴ്സ് നമ്മൾ എങ്ങനെയാണ് കുട്ടീനെ ട്രീറ്റ് ചെയ്യേണ്ടത്? അവിടെയും ചാണക്യൻ പറയുന്നുണ്ട്, ഒരിക്കലും നമ്മൾ ആദ്യം ട്രീറ്റ് ചെയ്ത പോലെയോ രണ്ടാമത് ട്രീറ്റ് ചെയ്ത പോലെ ആവരുത്. അതായത് രാജാവിനെ പോലെയോ അല്ലെങ്കിൽ രണ്ടാമത് നമ്മൾ ശിക്ഷണത്തിൽ വളർത്തിയ പോലെ ആവരുത്. ആഫ്റ്റർ 15 ഇയേഴ്സ് അവർക്ക് റെസ്പെക്റ്റ് കൊടുക്കേണ്ട ഒരു ടൈമാണ്, അവർക്ക് പറയാനുള്ളത് കേൾക്കാനുള്ള ടൈമാണ്, അവരുമായിട്ടൊരു ഫ്രണ്ട്ഷിപ്പ്, ഒരു ഡെവലപ്മെന്റ് ടൈമാണ് അവിടെ നടക്കേണ്ടത്. അവർക്ക് അവരുടേതായിട്ടുള്ള ഫ്രീഡം കൊടുക്കണം, ഡിസിഷൻ എടുക്കാനുള്ള റൈറ്റ്സ് കൊടുക്കണം. ഓക്കെ, ചില പേരൻസ് നമുക്ക് കാണാം കല്യാണം കഴിഞ്ഞാലും ഈ പറയുന്ന ആളെ ചെയ്യുന്നു, ഒരു ഫ്രീഡം കൊടുക്കുന്നില്ല. അങ്ങനെയൊക്കെ വരുമ്പോൾ പിന്നീട് എന്താ സംഭവിക്കുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, അതായത് ഈ പറഞ്ഞ ഈ കാലഘട്ടത്ത് ഇൻ കേസ് ഈ പേരൻസ് ഈ കുട്ടികളെ ഭയങ്കര സ്ട്രിക്റ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ ഈ പറയുന്ന കുട്ടി പറയുന്ന കാര്യങ്ങൾ കേൾക്കാതിരിക്കുകയോ റെസ്പെക്റ്റ് കൊടുക്കാതിരിക്കുകയോ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ പിന്നീട് എന്താ സംഭവിക്കാൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഈ കുട്ടി ഒരു യൗവനം ഒക്കെ ആവുമ്പോൾ അല്ലെങ്കിൽ കല്യാണമൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ അപ്പോഴും ഈ പേരൻസ് ഇതേ വേയിലാണ് തുടർന്ന് വരുന്നതെങ്കിൽ തീർച്ചയായിട്ടും സൈലന്റ് ഉണ്ടാവും. അതായത് ഈ പേരൻസും ഈ പറയുന്ന ഈ ആളും തമ്മിലുള്ള ഒരു ഗ്യാപ്പ് ഉണ്ടാവും. അപ്പം അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാകുമ്പോൾ പേരൻസ് ഈ പറഞ്ഞ കുട്ടികളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇല്ല. ഈ ഒരു സിറ്റുവേഷൻ നിങ്ങൾ ഫേസ് ചെയ്തിട്ടുണ്ടോ? ഒരിക്കലും നമ്മൾ നമ്മുടെ കുട്ടികളോട് അങ്ങനെയൊന്നും ചെയ്യരുത്. അപ്പം ഈ 3 സ്റ്റേജിലും കുട്ടികളെ ഈ രീതിയിൽ വളർത്തിയാൽ, അപ്പം ഈ ഒരു മെത്തേഡിൽ നിങ്ങൾ നിങ്ങളുടെ കുട്ടികളെ വളർത്തൂ, അങ്ങനെ നല്ലൊരു തലമുറയെ വാർത്തെടുക്കൂ. അപ്പൊ ഞാനിപ്പം പറഞ്ഞ ചാണക്യന്റെ ടിപ്സ് പേരൻസ് ആവാൻ പോകുന്നവരും അതേപോലെ പേരൻസ് ആയിട്ടുള്ളവർക്കും ഇത് യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം ഇതുപോലെയുള്ള വീഡിയോസിനായി നിങ്ങൾ എൻ്റെ ചാനലൊന്ന് സബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതുപോലെ തന്നെ ബെല്ലൈക്കണും കൂടി ഒന്ന് ചെയ്യുക. എങ്കിൽ മാത്രമേ ഞാൻ നെക്സ്റ്റ് ഇടുന്ന ഇതുപോലെയുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ താങ്ക് യു സോ മച്ച്. ബൈ ബൈ. സൈൻ ഔട്ട് ചെയ്യുന്നു.